ആരൊക്കെ നമ്മുടെ നുണക്കുഴി എന്ന് പറഞ്ഞ ചിത്രം കണ്ടു? നുണക്കുഴി അതോ ചതിക്കുഴിയാണെന്നൊക്കെ ഇതിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബേസിൽ ജോസഫാണ് നുണക്കുഴി എന്ന ചിത്രത്തിൽ പ്രധാനമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് റോൾ വന്നിട്ടുണ്ടായിരുന്നത്. ബേസിൽ ജോസഫിനെ കൂടാതെ ഗ്രേസ് സൈനി, ബൈജു, മനോജ് കെ, സിദ്ദിഖ് തുടങ്ങിയവർക്ക് പ്രധാന വേഷങ്ങൾ ഉണ്ടായിരുന്നു. ജിത്തു ജോസഫാണ് ചിത്രം സ്ക്രിപ്റ്റിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്നു. അപ്പോൾ നുണക്കുഴി എന്ന് പറഞ്ഞ ചിത്രം അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് കൂടി തിയേറ്ററിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നുണക്കുഴിയിൽ 7 days കളക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 14.5 കോടി രൂപയാണ് ചിത്രത്തിൻ്റെ കളക്ഷൻ. അതായത് 14,50,00,000 രൂപയാണ് ചിത്രത്തിൻ്റെ കളക്ഷനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് നുണക്കുഴി എന്ന് പറഞ്ഞ ചിത്രം കണ്ടിട്ടുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 7 days എന്ന് പറയുമ്പോൾ ഏകദേശം 14 കോടി ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ചിത്രം ഒരു ഹിറ്റ് എന്ന് പറയുന്ന ലേബലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തരക്കേടില്ലാത്ത അഭിപ്രായത്തോട് മുന്നേറുന്നു. എന്തായാലും അടുത്തൊരു 25 കോടിക്ക് അടുത്ത് കിട്ടുമെന്നാണ് ഏകദേശം കണക്ക് കൂട്ടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. വലിയ വിജയമാവട്ടെ. ബൈ.